السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മാസത്തെ വ്രതവിശുദ്ധിക്ക് ശേഷം സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുതുമണം നൽകിക്കൊണ്ട് ഒരു പെരുന്നാൾ സുദിനത്തിന് കൂടി നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഏറെ സന്തോഷകരമായ ഒരു ചെറിയ പെരുന്നാൾ സുദിനം ആശംസിക്കുകയാണ്. ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. പുറത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ റമദാനിൽ ചൂടായിരുന്നെങ്കിലും ഏകദേശം റമദാൻ തീരുമ്പോഴേക്ക് നമ്മുടെ അകത്തും പുറത്തുമൊക്കെ നന്മയുടെ കുളിർമഴ പെയ്ത ദിനരാത്രങ്ങളായാണ് റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. തഖ്വ ആർജിച്ചെടുത്തവർ മഹാഭാഗ്യവാന്മാരാണെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്തു സുമറിലെ 73-ാമത്തെ വചനത്തിൽ അള്ളാഹു തഖ്വ കൈവരിച്ചവരെക്കുറിച്ചും സ്വർഗം ലഭ്യമാകുന്ന മനുഷ്യരെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വസീഖല്ലദീന തഖൂ റബ്ബഹും മിനൽ ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗത്തിന്റെ വഴികളിലേക്ക് തഖ്വാർജിച്ച മനുഷ്യർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമെന്നാണ്. അവരെങ്ങനെ കടന്നു വരുമ്പോൾ അവർക്ക് മുമ്പിൽ ആ സ്വർഗത്തിന്റെ മനോഹരമായ വാതിലുകൾ തുറക്കപ്പെടും. അതിന്റെ കാവൽക്കാർ അവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട്. നിങ്ങൾ നന്മകൾ ചെയ്ത് പരിശുദ്ധരായി തീർന്നതിനാൽ ശാശ്വതരായി കാലാകാലങ്ങളായി മരണമില്ലാത്ത സ്വർഗലോകത്ത് നിങ്ങൾ സുഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞുകൊള്ളുക എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മളോട് പറയുമെന്നാണ്. ആ മഹിതമായ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പെരുന്നാൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഘോഷ സുദിനമാണ്. മനസ്സിന് ഉല്ലാസം ലഭിക്കേണ്ട ദിവസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പെരുന്നാൾ
പെരുന്നാൾ എന്ന് പറയുന്നത്. മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട ദിവസമാണിത്. ഇന്ന് ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ ആളുകളിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തിയത്. അതും നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. അള്ളാഹു അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിന്റെ നോമ്പിന്റെ എണ്ണം പൂർത്തീകരിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, തക്ബീർ മുഴക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കിയാൽ അള്ളാഹുവിൽ തക്ബീർ മുഴക്കി നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ തക്ബീറുകളാണ് നമ്മൾ മുഴക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ, നീയാണ് മഹാൻ എന്ന് നമ്മൾ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ഇലാഹ് ഞങ്ങൾക്കില്ല, നീയാണ് ഏറ്റവും മഹാൻ. വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ. പടച്ചോനെ, നീയാണ് ഏറ്റവും മഹാൻ, നീയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലഅല്ലക്കും തഷ്കുറൂൻ എന്നാണ്. ഈ റമളാൻ പൂർത്തിയാക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി, തക്ബീർ മുഴക്കി ഇനി അല്ലാഹുവിൽ ശുക്റുള്ളവരായി നമ്മൾ ജീവിക്കുക എന്നതാണ്. നല്ലൊരു ഷാക്കിറായി, നന്ദിയുള്ളവനായി അല്ലാഹുവിലേക്ക് നമ്മൾ കീഴടങ്ങുക, വിധേയരാവുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞ പ്രഖ്യാപനത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മുറുകെ പിടിക്കുക. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളോട് പറഞ്ഞു, അത്തിഉല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, വഅത്തിഉർ റസൂല, ഹബീബായ റസൂലുള്ളാഹിനെയും നിങ്ങൾ അനുസരിക്കുക, വലാ തുബ്തിലു അഅമാലക്കും. നമ്മൾ ആർജിച്ചെടുത്ത ഈ അമലിന്റെ ചൈതന്യമുണ്ടല്ലോ, ഈമാനിന്റെ ഊർജ്ജമുണ്ടല്ലോ, തഖ്വയുടെ ഭക്തിയുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ കളഞ്ഞു കുളിക്കല്ലേ എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. ആഘോഷങ്ങളെന്ന് കേൾക്കുമ്പോഴേക്ക് എല്ലാം അടിച്ചു പൊളിച്ച് തീർത്ത് എല്ലാം മതിമറന്ന് ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പലപ്പോഴും കാണാറുള്ളത്. കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് നിന്ന നിൽപ്പിൽ തന്നെ തുള്ളി കളിച്ച് DJ പാർട്ടിയുടെ അകമ്പടിയോടുകൂടി അങ്ങനെ നേരം വെളുക്കുവോളം നിന്ന് തുള്ളി ആകെ അറുമാദിച്ച് ഒന്നാകെ ജീവിതത്തിന്റെ എല്ലാ സ്വാസ്ഥ്യം കെടുത്തുന്ന തരത്തിലുള്ള ക്ഷീണമനുഭവിച്ച് തന്റെ സിരകൾക്ക് ഞരമ്പുകളിലേക്ക് പലതും കുത്തിവെച്ച് നേരം വെളുത്ത് പിന്നെ 2-3 ദിവസം ബോധമില്ലാതാകുന്ന തരത്തിൽ ആഘോഷ തിമിർപ്പുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പെരുകി വരുമ്പോഴാണ് ആഘോഷങ്ങളെ മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ പേരിൽ ചേർത്ത് കെട്ടിയ, ആരാധനകളോട് ചേർത്ത് നിർത്തിയ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് ഒരു ആഘോഷത്തെ നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആഘോഷങ്ങളുടെ പേരിൽ ഹറാമുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റു പല സമുദായങ്ങളുടെയും സമൂഹങ്ങളുടെയും മറ്റു തലക്കൊക്കെയുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? പലയിടത്തും ക്യൂകളാണ്. ബീവറേജുകൾക്ക് മുമ്പിൽ ആളുകൾ ആയിരക്കണക്കിന് മനുഷ്യർ പലയിടങ്ങളിലായി ക്യൂ നിൽക്കുകയാണ്. ഇന്നലെയും മിനിയാന്നുമൊക്കെയായി മുസ്ലിം സമുദായത്തിന്റെ ഈദാഘോഷത്തിന്റെ ഭാഗമായി ക്യൂ ഉണ്ട്. പലതും കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിലാണ്, പലതും മാംസക്കടകൾക്ക് മുമ്പിലാണ്. ബീവറേജുകൾക്ക് മുമ്പിൽ ഒരു ക്യൂയും സൃഷ്ടിക്കപ്പെട്ടില്ല എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ മത്ത് പിടിപ്പിക്കുന്ന, ലഹരി ബാധിപ്പിക്കുന്ന, സ്വാസ്ഥ്യം കെടുത്തുന്ന, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, സമൂഹത്തിനും കുടുംബത്തിനും അവരുടെ ഭദ്രതയും കെട്ടുറപ്പും തകർത്ത് കളയുന്ന ഒരു ആഘോഷത്തെയും പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടില്ല എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ആത്മീയത നേടിയെടുത്ത് സ്വർഗപ്രവേശനത്തിന് അർഹരായ മനുഷ്യരാണ്. അതുകൊണ്ട് വീണ്ടും ഇനി നരകത്തിന്റെ വഴികളിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തുക. 1000 മാസങ്ങളേക്കാൾ പുണ്യം നേടിയ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാക്കിയ ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ. ആ മഹത്വം നമ്മൾ കളഞ്ഞു കുളിക്കാതിരിക്കുക. ബദറിന്റെ ഓർമ്മകളിലൂടെ ആദർശത്തിന്റെ കരുത്ത് ബോധ്യപ്പെട്ടവരാണ് നമ്മളൊക്കെ. ആദർശമാരുടെയും മുമ്പിൽ നമ്മൾ പണയം വെക്കാതെ മുന്നോട്ട് പോവുക. ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് അതിന്റെ താളുകളിലൂടെ, അതിന്റെ ആശയങ്ങളിലൂടെ എത്ര നേരമാണ് നമ്മൾ കടന്നുപോയത്. ആ ഖുർആനിനെ കൂടെ കൂട്ടിയവരാണ് നമ്മൾ. ആ സുഹൃത്തിനെ വരും ദിവസങ്ങളിൽ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. രാത്രിയിലെ നമസ്കാരം ശീലമാക്കിയവരാണ് നമ്മൾ. അത് തുടരാൻ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ആരാധനകളിലൂടെ
നാം അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്സത്തുള്ളവരായിരിക്കുന്നു എന്നതാണ് ഇന്നേ ദിവസത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞല്ലോ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അവിടുത്തെ മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്, പ്രതാപമുള്ളത്, അന്തസ്സുള്ളത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഇസ്സത്ത് നിലനിർത്തി മരണം വരെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമുക്കിനി ജീവിതത്തിൽ പാലിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്. ഒരു മുസൽമാൻ എന്ന നിലക്ക് സമൂഹത്തിൽ പല നിലക്കുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാനസികമായി നമ്മളെ തളർത്തുന്നവരുണ്ട്, ശാരീരികമായി നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമോ ഫോബിയ എന്ന നിലക്കുള്ള ആഗോള തലത്തിലുള്ള അജണ്ടകൾ വന്ന് മുസ്ലിം മനസ്സുകളെ, സമൂഹത്തിൽ ജീവിക്കുന്നവരെ അങ്ങനെ താറടിച്ചു കാണിക്കാനും തളർത്തിയിടാനും ഒക്കെയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. മുസൽമാനെ അപരവൽക്കരിക്കാനും അപമാനിക്കാനും ഒക്കെ പുതിയ പുതിയ കേരള സ്റ്റോറികൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയും പുതിയ പുതിയ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയവാദികളെന്ന് വിളി നമ്മൾ കേൾക്കേണ്ടി വരുന്നു, തീവ്രവാദികളെന്ന് വിളി നമ്മൾ കേൾക്കേണ്ടി വരുന്നു, സമാധാനം തകർക്കുന്നവരാണ് നമ്മളെന്ന് കേൾക്കേണ്ടി വരുന്നു, പ്രണയിച്ച് മതം മാറ്റുന്നവരാണ് നമ്മളെന്ന ഇല്ലാത്ത നുണബോംബുകൾ വർഷിച്ച് നമ്മുടെ ഇസ്സത്ത് കളയാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള പല ദുശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നല്ല ജീവിതം കൊണ്ട്, മാതൃകാപരമായ സ്വഭാവം കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകാപരമായ ജീവിതം കൊണ്ട് ഇസ്സത്ത് തകർക്കാതെ നമ്മളതിന് മറുപടി പറയുക എന്നതാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിതം കൊണ്ട് മറുപടി പറയുക. നമ്മൾ അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ചാൽ അതിന് നമുക്ക് എളുപ്പമാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്സത്ത് അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴേക്ക് തകർന്നു പോകുന്നതല്ല എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ബോധമുണ്ടാകണം. ആരാണ് നമുക്ക് ഇസ്സത്ത് നൽകിയത്? ആരാണ് നമ്മളോട് ഭയചകിതരാകേണ്ടതില്ല എന്ന് പഠിപ്പിച്ചത്? ആരാണ് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് ഊർജം പകർന്നത്? നമ്മുടെ റബ്ബാണ്, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഈമാനിന്റെ തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഔന്നത്യമുള്ളവർ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വരും ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്താണ്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നമ്മളോട് നീതി കാണിക്കാൻ, ഇഹ്സാൻ നന്മ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ നിർവഹിക്കുക എന്നതാണ്. വഇതാഇദിൽ ഖുർബ, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കുടുംബങ്ങൾക്ക് നന്മ ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വേണ്ടാത്തരങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ, ആഭാസങ്ങൾ, അശ്ലീലതകൾ, അധാർമ്മികതകൾ, അത്തരം കാര്യങ്ങൾ നമ്മളോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. വൽ ബഗിയ, ഒരാളോട് അതിക്രമം ചെയ്യരുത് എന്നും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. യഇലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കാൻ അല്ലാഹു നമ്മളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഓർമ്മിപ്പിക്കുന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ. നമ്മുടെ നാട്ടിൽ വിവിധ മതക്കാരുണ്ട്, വിവിധ ജാതിക്കാരുണ്ട്, വിവിധ ഇസങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരോടും തമ്മിൽ തല്ലാനല്ല നമ്മളോട് പറഞ്ഞത്, കലഹിക്കാനല്ല നമ്മളോട് പറഞ്ഞത്, ആശയങ്ങൾ പരസ്പരം സംവദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. ആരെയും ഈ വിഷയത്തിൽ നിർബന്ധിക്കേണ്ടതില്ല എന്ന് ദീൻ പഠിച്ച പാഠങ്ങളാണ്. ആരെയും ദ്രോഹിക്കരുത് എന്നത് ദീനിന്റെ പാഠമാണ്. നന്മയിലും ഭക്തിയിലും നല്ല കാര്യങ്ങളിലും പരസ്പരം വിവിധ മതക്കാരുമായി നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം. മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്കുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പരസ്പരം സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പരസ്പരം ബഹുമാനിച്ചും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത്, ഇവിടെ സഹകരിച്ചു പോകാനുള്ള ഭരണഘടനയുടെ സംവിധാനങ്ങളുണ്ട്. നമ്മൾ സഹകരിച്ചാണ് പോകേണ്ടത്. നന്മയിലും ഭക്തിയിലും നമ്മൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുക. വിള്ളലുകൾ ബോധപൂർവം സൃഷ്ടിക്കുന്നവർക്കെതിരെ കൈകോർക്കുകയും ഒരു നന്മയാണ് എന്ന് ഈ പെരുന്നാൾ സുദിനത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ഒരുമയെക്കുറിച്ചാണ്, നമ്മുടെ ഐക്യത്തെക്കുറിച്ചാണ്. പരസ്പരം പ്രാർത്ഥനയോടുകൂടി തോളോട് തോളുരുമി നടക്കേണ്ട നമ്മളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവ ഓർമ്മിപ്പിക്കാനുള്ളത്. ഖുർആൻ പറഞ്ഞു, വഅതസിമു ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖു. ഒരുമിച്ച് നിൽക്കുന്നതിനെ കുറിച്ചാണ്, ഐക്യപ്പെടുന്നതിനെ കുറിച്ചാണ്, ഭിന്നിക്കാതിരിക്കുന്നതിനെ കുറിച്ചും അതിന്റെ അപകടങ്ങളെ കുറിച്ചുമൊക്കെയാണ് നമുക്ക് ഈ പെരുന്നാൾ സുദിനത്തിൽ പരസ്പരം ഓർക്കാനും ഉൾക്കൊള്ളാനുമുള്ളത്. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമകാലിക സാഹചര്യങ്ങളെ, ഒരു മനസ്സായി മുന്നോട്ട് പോകേണ്ട സമകാലിക സാഹചര്യങ്ങളെ ഇനിയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ എന്നാണ് ഇനി നമുക്ക് നേരം വെളുക്കുക?
നൽകുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. ഈ പെരുന്നാൾ സുദിനത്തിലും നമ്മൾ മറക്കാതിരിക്കേണ്ട പ്രത്യേകിച്ചുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോകത്ത് അസമാധാനം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ലോകത്തിന്റെ ലോക പോലീസായി ചമഞ്ഞുകൊണ്ട് പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്നു. അവിടുത്തെ ഉന്നതരായ വ്യക്തിത്വങ്ങളെ കടന്നാക്രമിക്കുന്നു. അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുതള്ളുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നു. എല്ലാ വൈജ്ഞാനികമായ സംസ്കാരങ്ങളെയും തകർന്ന് തരിപ്പണമാക്കുന്നു. എന്നിട്ട് ഞങ്ങൾ വിജ്ഞാനം പുനഃസ്ഥാപിക്കാൻ വരികയാണ്, ഞങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, ഇവിടെ സംസ്കാരം കെട്ടിപ്പടുക്കാനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോക പോലീസായി ലോകത്തിന് മുഴുവൻ അനീതിയും അക്രമവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലിനുമെതിരെ നമ്മുടെ ശബ്ദമുയരേണ്ട സമയമായി. നമ്മുടെ ഇരുകരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തേണ്ട സമയമാണ്. ഈ പെരുന്നാൾ സുദിനത്തിൽ പ്രത്യേകമായി നമ്മളത് നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവെ, ലോകത്ത് സമാധാനം തകർക്കുന്ന അമേരിക്കയെ പോലെയുള്ള ഇസ്രായേലിനെ പോലെയുള്ള സാമ്രാജ്യത്വ ശക്തികളെ പടച്ചവൻ അവരുടെ കുതന്ത്രങ്ങളെ നീ തകർത്ത് തരിപ്പണമാക്കണേ റഹ്മാനെ. എല്ലാ നിലക്കുമുള്ള ഹൈറും ബർക്കത്തും മറ്റുള്ള രാജ്യങ്ങളിൽ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലിബിയെ അവർ തകർത്തു, ഇറാഖിനെ തകർത്തു, അഫ്ഗാനിസ്ഥാനെ തകർത്തു, ജോർദാനെ തകർത്തു, സുഡാനെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിന്റെ മണ്ണിനെ നിഷ്പ്രഭമാക്കി ഇപ്പോൾ ഇതാ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഷിയയുടെയും സുന്നിയുടെയും തർക്കങ്ങൾക്കപ്പുറത്ത് നീതിക്കൊപ്പം നിൽക്കുക എന്ന മനസാക്ഷിക്കൊപ്പമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നിൽക്കേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിനെതിരെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം ചെയ്താൽ നമ്മൾ ആർക്കെതിരെ നിൽക്കും? അമേരിക്കക്കും ഇസ്രായേലിനെതിരെ നിൽക്കും. നേപ്പാൾ എന്ന ഹിന്ദു രാജ്യത്തിനെതിരെ അമേരിക്കയിലും ഇസ്രായേലും യുദ്ധം ചെയ്താൽ നമ്മൾ ആർക്കെതിരെ നിൽക്കും? അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ നിൽക്കും. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? അനീതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയാത്ത മനസ്സുള്ളത് കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. അവിടെ നമ്മൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുതന്ത്രങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ചിതറിത്തെറിച്ച കുഞ്ഞുമക്കളുടെ കബന്ധങ്ങൾക്കിടയിലൂടെ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ഇത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഈമാനിക ബോധം കൂടിയാണ് നമ്മൾ ഈ റമദാനിൽ ആർജിച്ചെടുത്തത് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നിഅമത്തുകളെ കുറിച്ച് നമ്മൾ മറക്കരുത്. ശാന്തമായി ഒരു ഈദ്ഗാഹിൽ പങ്കെടുത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പരസ്പരം കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവെച്ച് ഹദിയകൾ കൈമാറി നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് മൈലാഞ്ചി ചോപ്പുകൾ നോക്കി ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ പുത്തിരികൾ കത്തിച്ച് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫിലെ പല സഹോദരങ്ങളും വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്നില്ല, നമസ്കാരത്തിന് മുസല്ലയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഇന്നലെയും ഇനിയാന്നുമൊക്കെയായി പലരുടെയും താമസ സ്ഥലങ്ങളിൽ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, മിസൈലുകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നു. അവരെ നമുക്ക് ഓർക്കാതെ എങ്ങനെയാണ് നമ്മുടെ പെരുന്നാളുകൾ പൂർത്തിയാവുക? അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ ഇജ്ജത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ, സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. മറ്റൊന്ന്, നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആസന്നമായ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഫാസിസം ഒരു ഭാഗത്ത് മതേതര ശക്തികളെ തകർത്തുകൊണ്ടേയിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തെ നമ്മൾ മറക്കാതിരിക്കുക. അതിനു പകരം മൈത്രി ഗ്രാമങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുക. പുതിയ കാലമാണ്, എഐയുടെ കാലമാണ്. ഇലക്ഷൻ സ്റ്റണ്ടുകൾ ചൂടുപിടിക്കുന്ന കാലത്തേക്കാണ് ഈ റമദാൻ കഴിഞ്ഞ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നേടിയെടുത്ത ആത്മീയമായ ഊർജ്ജമുണ്ട്, ദീനിന്റെ പരിസരമുണ്ട്, ജമാഅത്തുകളുടെ കൃത്യതയുണ്ട്, നമസ്കാരങ്ങളുടെ ആത്മീയമായ ആനന്ദമുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇല്ലാതാകുന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ പിരിയുകയാണ്. 3 സന്ദേശങ്ങളാണ് പിരിയുമ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒന്ന്, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. രോഗം ബാധിച്ചവർ, സങ്കടപ്പെടുന്നവർ, ആശുപത്രിയിലുള്ളവർ, നമ്മൾക്കിടയിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാവരെയും ഓർത്തോർത്തോർത്ത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. രണ്ടാമത്, ഈദ് ദിവസത്തെ സ്വതക്കയെ കുറിച്ചാണ്. യതീമുകൾ, മിസ്കീനുകൾ, രോഗികൾ, പ്രയാസപ്പെടുന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഈദ് സ്വതക്ക പെരുന്നാൾ സുദിനത്തിൽ ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമായാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. കുടുംബങ്ങളെ സന്ദർശിക്കുക, ഹദിയകൾ കൈമാറുക. മൂന്നാമത്തത് ഓർമ്മിപ്പിക്കാനുള്ളത് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസാണ്. മൻ സോമ റമളാന സുമ്മ തുബഉഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ എന്നാണ്. റമളാനിനോട് അടുപ്പിച്ച് തുടർന്നു വരുന്ന 6 ദിവസങ്ങൾ നിങ്ങൾ നോമ്പെടുത്താൽ, നിങ്ങൾ ശവ്വാലിൽ ആ നോമ്പനുഷ്ഠിച്ചാൽ, ഒരു കാലം മുഴുവൻ, ഒരു വർഷം മുഴുവൻ നോമ്പ്
നോമ്പെടുത്തതിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം മനസ്സിൽ സൂക്ഷിക്കുക. ആയുസ്സുണ്ടെങ്കിൽ 11 മാസത്തിന് ശേഷം വീണ്ടും നമുക്ക് ഒരു റമദാനിന് സാക്ഷിയാകാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന് മുമ്പ് സുബ്ഹി ബാങ്കിന് മുന്നേ എഴുന്നേൽക്കാൻ ശീലിച്ച നമുക്ക് ഇനി സുബ്ഹ് ബാങ്ക് കേൾക്കുമ്പോൾ എഴുന്നേൽക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? പള്ളിയിലേക്ക് വരാതിരിക്കാൻ എന്ത് തടസ്സമാണ് നമുക്ക് ഉന്നയിക്കാൻ കഴിയുക? ഹലാലായതിനെ മാറ്റിവെച്ച് ശീലിച്ച നമുക്ക് ഇനി ഹറാമുകൾ കുടിക്കാനും കഴിക്കാനും എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുക? നമ്മുടെ വിചാരങ്ങളെ, വികാരങ്ങളെ നിയന്ത്രിച്ചവർ തോന്നിവാസങ്ങളിലും ചില മിസ്ഡ് കാളികളിലും ഹണി ട്രാപ്പുകളിലും എങ്ങനെയാണ് ചെന്ന് ചാടിപ്പോവുക? നമ്മുടെ നാക്കിനെ, നമ്മുടെ നോട്ടത്തെ, വാക്കിനെ ഒക്കെ സൂക്ഷിച്ചവർ മറ്റുള്ളവനെ കുറിച്ച് എങ്ങനെയാണ് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കാൻ കഴിയുക? സുന്നത്തുകളിൽ പോലും സൂക്ഷ്മത കാണിച്ച നമ്മൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫർളുകളെ ഇനി അവഗണിക്കാൻ കഴിയുക? ആദർശപരവും ആത്മീയവുമായ ജീവിതത്തിന്റെ ട്രാക്ക് തെറ്റാതെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നേ ദിവസം, പെരുന്നാൾ ദിവസം മൂടിക്കെട്ടിയ ഒരു മനസ്സുകളും ഉണ്ടാകരുത് എന്നത് ദീനിന്റെ താല്പര്യമാണ്, അള്ളാഹുവിന്റെ താല്പര്യമാണ്, മുത്തു റസൂലുള്ളാന്റെ താല്പര്യമാണ്. കൂട്ടിച്ചേർക്കാത്ത ബന്ധങ്ങൾ ഇന്നേ ദിവസം ബാക്കിയാകരുത് എന്ന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യമാണ്. അല്ലാഹു അക്ബറാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും വലുത് എനിക്കൊന്നുമില്ലെന്ന് പ്രഖ്യാപിച്ചവർ ഇന്നേ ദിവസം പിണങ്ങി പിരിഞ്ഞു പോകാൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് ഇണങ്ങാത്ത മനസ്സുകൾ ഇന്നേ ദിവസം ഉണ്ടാകരുത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ കാലങ്ങളിൽ മരണപ്പെട്ടു പോയവർ നമ്മുടെ മഖബറുകളിൽ, പള്ളിപ്പറമ്പുകളിൽ നമ്മുടെ ദുആക്ക് വേണ്ടി ദാഹിച്ച് കിടക്കുന്നുണ്ട് എന്നത് നമ്മൾ ആരും മറന്നു പോകരുത്. അവരെ സന്ദർശിക്കാനുള്ള സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരേണമേ റഹ്മാനെ. പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ച ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ഖിയാമുൽ ലൈലുകൾ, ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ, ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ സുന്നത്തുകൾ, ഞങ്ങളുടെ ഇഫ്താറുകൾ, ഞങ്ങളുടെ എല്ലാ നന്മകളും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മഹല്ലിലെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, അള്ളാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനായ നാഥ ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നിന്റെ മനോഹരമായ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും, ഞങ്ങളുടെ പരീക്ഷകളിലും, ഞങ്ങളുടെ ജോലികളിലും, ഞങ്ങളുടെ കച്ചവടത്തിലും, ഞങ്ങളുടെ കുടുംബജീവിതത്തിലും നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്തിന്റെ സമാധാനം നീ നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ ദീനിനെയും, ഞങ്ങളുടെ ഉമ്മത്തിനെയും, ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങളുടെ നാടിനെയും, ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിലും, ഞങ്ങളുടെ കുടുംബത്തിലും നീ ബർക്കത്ത് ചൊരിയണം റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മമാരിൽ, ഞങ്ങളുടെ സഹോദരിമാരിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ദീനീ രംഗത്ത് റമദാനിൽ പ്രത്യേകിച്ചും ഞങ്ങളുടെ മഹലിനു വേണ്ടി, പള്ളിക്കു വേണ്ടി, മദ്രസക്കു വേണ്ടിയൊക്കെ സംഭാവന നൽകിയവർ, പണം നൽകിയവർ, ശാരീരികമായി അധ്വാനിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ, പല നിലക്കും പല കാര്യങ്ങളും സ്പോൺസർ ചെയ്തവർ, ഞങ്ങളുടെ കൂടെ നിന്നവർ, അള്ളാഹുവേ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ മനോഹരമായ ഈ ഒരു ക്യാമ്പസ് നമ്മുടെ ഈ ദീനീ പ്രവർത്തനത്തിനു വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന് വേണ്ടി നൽകിയ പ്രിയപ്പെട്ടവരുണ്ട്, ഇതിന്റെ ഉത്തരവാദപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, കൂടുതൽ ഖൈറും ബർക്കത്തും നൽകി, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും ഒക്കെ നൽകി നീ അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ കൂടുതൽ ബർക്കത്ത് നൽകി നീ
അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുമ്മ റഹം ലനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ اغفر لنا يا غافر المذنبين. اللهم ارزق لنا يا خير الرازقين. اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين والحقنا بالصالحين. اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين.